രാധേ രാധേ, സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഡെയിലി ബ്ലോഗാണ് കേട്ടോ. ഇപ്പോൾ മോർണിംഗ് ആയി, എഴുന്നേറ്റ് ഈ ഈ തണുപ്പ് സ്റ്റാർട്ട് ആയതുകൊണ്ട് കുറച്ച് നേരം വൈകിട്ടോ എനിക്കല്, കാരണം അത്രയും തണുപ്പാണ്, ഇറങ്ങാൻ തോന്നില്ല ബെഡിൽ നിന്ന്. ഹസ്ബൻഡ് ചായ ഉണ്ടാക്കാം കേട്ടോ. ഡെയിലി മോർണിംഗ് സ്റ്റാർട്ടപ്പ് ഹസ്ബൻഡ് ആട്ടോ ചെയ്യൽ. സംഭവം എന്നും ചായ ഉണ്ടാക്കി തരും, എന്നിട്ടാണ് എൻ്റെ ദിവസം പോവൽ കേട്ടോ. ഹസ്ബൻഡ് ഭയങ്കര ഫാസ്റ്റ് ആട്ടോ. സംഭവം ഒരു കുളിച്ച് മാറ്റിയൊക്കെ റെഡിയായി. ഞാൻ ഇതുവരെയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, എഴുന്നേറ്റിട്ടുള്ളൂ. ചായ റെഡി ആയിട്ടോ. മോള് ഇതാ ചായക്ക് വേണ്ടി കാത്തിരിക്കട്ടോ. മോക്ക് ചായക്ക് ठंडी कर दे पहले चाय, ठीक है? ठंडी तो कर दे. ഇവിടെ മഴ ഇന്നലെ പെയ്തീന്ന് കേട്ടോ, അപ്പൊ ഒന്നായിട്ട് ചളി അയക്കണേ. അങ്ങനെ ചായ കുടിക്കാൻ പോവാട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളി, എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സംഭവം അഡിക്റ്റ് ആയിട്ടോ ഈ ചായൻ്റെ. ഹസ്ബൻഡ് ഉണ്ടാക്കി തരുമ്പോഴേ ചായക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കി കുടിക്കാന്ന് വിചാരിച്ചാൽ പിന്നെ തോന്നൂല. ഈ കിളി ഏതാ നനഞ്ഞിരിക്കാട്ടോ. മൊത്തം നനഞ്ഞിരിക്കുകയാണേ. പൊട്ടാറ്റോ കറി പിന്നെ ചപ്പാത്തി കേട്ടോ. അച്ചാറിനില്ല ദേ അദ്രക് ലഹസുൻ. ചായ കുടിച്ച് കഴിഞ്ഞിട്ടോ. ഇനി എന്താ പറയുക, കാലി ചായ കുടിച്ചിട്ടുള്ളൂ. ഈ പണിയുണ്ട് കുറച്ച്. എന്താണ്, ഇന്നലെ മഴ പെയ്തിന് ചെറുതായിട്ട്, അപ്പോൾ ഒന്നായിട്ട് എന്തൊക്കെയോ അയക്കണം കേട്ടോ. കഴുകിയ പാത്രങ്ങളൊക്കെ ഒന്നായിട്ട് ഒക്കെ ചളിയായി. പിന്നെ ഇവിടെ ഒന്നായിട്ട് എന്താ പറയുക, നിലമൊക്കെ തുടയ്ക്കാനുള്ള അവസ്ഥയിലായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ കുളിക്കാൻ പോവും. ഡ്രസ്സൊക്കെ മടക്കി കഴിഞ്ഞ് ഇനി ബ്ലാങ്കറ്റൊക്കെ മടക്കി വെക്കാണ്ട്. ഭയങ്കര ഹെവിയാണ്, ഇതൊന്നും മടക്കി വെക്കാൻ തോന്നൂല. എല്ലാം ഒതുക്കി വെച്ചിട്ടോ. ഇനി അടിച്ചു വരാണ്ട്, പിന്നെ തുടയ്ക്കാണ്ട്, പാത്രം കഴുകാണ്ട്. ഒതുക്കി വെക്കാനാണ് ഏറ്റവും ടഫ്. സംഭവം ഒന്നായിട്ട് നിരത്തിയാവും. അപ്പം മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഓരാണെങ്കിൽ സാധനം എടുക്കുക, കളിക്കും കൂടി ഇല്ല, എടുക്കും, എന്നിട്ട് ഒന്നായിട്ട് നിരത്തി വെച്ച് പിന്നെ പോവും. അങ്ങനെ ചെയ്യുക.
മോളപ്പുറത്ത് കളിക്കുന്നു കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നേ. ഹായ് ചേച്ചി. ലൈക്ക് ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ. എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഒരുപാട് ഒരുപാട് താത്ത താത്ത ലവ് യു താത്ത ബോൾ ദോ. ഓ ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കണ്ട കേട്ടോ. ദിൽ ബനാ ദോ. ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കട്ടോ. ദിൽ ബനാ. ഓഹോ पूछो बहनो, ये दिखाओ, ये पूछो बहनो. अब बोल दो लाइक सब्सक्राइब लव यू बोल दो एंडे പേര് ആന്യ. बोल दो ആന്യ. बोल दो ഞാൻ ആന്യ. टेंगे टेंगे. हाँ अच्छा वाला. ഇതിൽ കുടിവെള്ളം കേട്ടോ കൊണ്ടുവരല്. പിന്നെ ഇതിൽ എന്താ പറയുക, ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ വെള്ളം കൊണ്ടുവരല്. അപ്പോൾ വെള്ളമൊക്കെ അപ്പുറത്ത് നിന്നാട്ടോ കൊണ്ടുവരാം. आराम से आना, पानी है नहीं करते. देखो इतना सा बस. 1 2 3 1 2 3 4 5 इतना सारा काउंट करें. ओके 1 2 3 4 5 6 7 8 9 10. वाओ. ओके
പണിയൊക്കെ കഴിഞ്ഞ് ഇനി കുളിക്കാൻ പോവാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കും. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ കുളിച്ച് മാറ്റിയിട്ടോ. ഇനി വിശക്കുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണേ. പൊട്ടാറ്റോ കറി കേട്ടോ. പിന്നെ പൂരിയാണേ. ചപ്പാത്തി ഉണ്ട് കേട്ടോ. ആണോ? അപ്പോൾ ഇപ്പോൾ കഴിക്കാൻ പോവാണ്. എന്താണ്, നിങ്ങളെല്ലാവരും വന്നോളൂ. എല്ലാവർക്കും സ്വാഗതം. സ്പെഷ്യല് പൊട്ടാറ്റോ കറിയാണ് കേട്ടോ. പിന്നെ പൂരി, ചപ്പാത്തി, ഇതൊക്കെ ഇന്നലത്തെ ഫുഡാണ്. രാത്രി കൂടുതലുണ്ടാക്കി പോയി. അപ്പോൾ പിന്നെ ഇന്ന് രാത്രിത്തെ ഫുഡ് ഉച്ചയ്ക്ക് ഉണ്ടാക്കും. ഇപ്പോൾ ഉച്ച ആവാനായി, എന്നാലും എന്താ പറയുക, കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കും. നമുക്കല്ല अच्छा ഞങ്ങൾ കൃഷി സ്ഥലത്തിലേക്ക് വന്നിട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കടകിൻ്റെ കൃഷിയാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചാൽ നല്ല ഭംഗിയുണ്ട് കടകിൻ്റെ കൃഷി. ഇതാണ് ഇവിടെ സംഭവം. ഇവിടെ കൂടുതൽ കടക് കൃഷി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എല്ലാവരും കടകെണ്ണ യൂസ് ചെയ്യൽ കേട്ടോ. ഞങ്ങളൊക്കെ എല്ലാവരും കടകെണ്ണയാണ് യൂസ് ചെയ്യൽ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ കാണിച്ചതാ നോക്കട്ടോ. നല്ല ഭംഗിയുണ്ട്. മൂവീസിലൊക്കെ കാണുന്ന പോലെ കേട്ടോ. ഇത് ഇനിയും വലുപ്പം വെക്കൂട്ടോ. കുറച്ച് ദൂരെ ഒന്ന് പോയി നോക്കട്ടെ. ഇതാട്ടോ. ഇത് കാണുന്നത് ഇതാണ്. ഇതിലൊക്കെയാണ് ഈ പൂവ് എന്നിട്ട് കൊഴിഞ്ഞ് പോട്ടോ. പൂവ് പോവും. പിന്നെ ഈ പൂവിൻ്റെ ഇതിലാണ് ഇതാ പൂവൊക്കെ ഞാൻ തൊട്ടപ്പോൾ തന്നെ കൊഴിഞ്ഞു കേട്ടോ. ഇതിലാണ് കടക് ഉണ്ടാവുക. ഈ കാലി വലി ഹോത്തിയെന്നാ ഞാൻ കണ്ടത് 2 ടൈപ്പ് കടക കേട്ടോ. ഒന്ന് യെല്ലോ, ഒന്ന് കറുപ്പ്. പക്ഷെ ഇതിൽ ഈ കടക് കറുപ്പാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് എന്താണ് കടകിൻ്റെ കൃഷി. മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ ഇത് വെട്ടാനുള്ള സമയമാവും കേട്ടോ. എന്നിട്ട് അപ്പോൾ കാണിച്ചിട്ടുണ്ട്, വെട്ടുമ്പോൾ അന്നേരം കാണിച്ചിട്ടുണ്ട് കേട്ടോ. കടകിൻ്റെ കൃഷി ഫുള്ള് എങ്ങനെ സംഭവം കംപ്ലീറ്റ് ആവുക അന്നേരം കാണിച്ചിട്ടുണ്ട്. തൽക്കാലം ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണെങ്കിൽ പോകാനൊന്നും തോന്നില്ല. നല്ല രസമുണ്ട് ഈ കൃഷി കാണാൻ കേട്ടോ. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എത്ര ഭംഗിയുണ്ട്. ഏകദേശം കുറേ കൃഷി കടകിൻ്റെ ഇതായിട്ടുണ്ടാവല് ഇവിടെ. ഞാൻ അധികം ഒന്നും പോയിട്ടില്ല. കാരണം വെറുതെ എന്തെങ്കിലും നാശാവണ്ടെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ഉള്ളോട്ടേക്ക് പോയില്ല. പിന്നെ ഇനി വേറെ കൃഷി കാണിച്ചു തരാം കേട്ടോ. ഇപ്പുറത്ത് കാണിച്ചു തരാം. ഇതൊന്നും അപ്പോൾ ആവാനായിട്ടില്ല. സീസണാണ്. ഇപ്പോൾ ചില സ്ഥലത്തിലൊക്കെ ആയിട്ടുണ്ടാവും. ഇതിൽ ഇതുണ്ട് കേട്ടോ. മല്ലിച്ചപ്പുണ്ട്. പിന്നെ ഉലുവ. ഇപ്പുറത്ത് കാണുന്നത് ഉലുവ കൃഷി കേട്ടോ. ഉലുവൊക്കെ കുറച്ചുള്ളൂ. ഇത് എത്ര കിട്ടാനാ? അപ്പുറത്ത് കാണുന്നത് ഗോതമ്പ് കൃഷി കേട്ടോ. ഇത് കാണുന്നത് കിഴങ്ങ് കൃഷി കേട്ടോ. ഇതൊക്കെ കിഴങ്ങാണ്. ഇപ്പോൾ കിഴങ്ങ് ആയിട്ടില്ല. ഇതൊരു മാർച്ച് മാസം ആ സമയമാകുമ്പോഴാണ് കിഴങ്ങ് റെഡി ആവുക കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കൃഷി കാണാൻ. ഇങ്ങനെ കേട്ടോ കിഴങ്ങിൻ്റെ കൃഷി. ചിലപ്പോൾ കണ്ടുണ്ടാവും. എന്നാലും ഞാൻ കാണിച്ചു തന്നതാ കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് കാണാമല്ലോ. ഒന്നും ആയിട്ടില്ല. എനിക്കിങ്ങനെ വീഡിയോ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഓരാണെങ്കിൽ സെൽഫിയും വീഡിയോ ഒക്കെ എടുക്കാൻ കേട്ടോ. അവിടുന്ന് കടകിൻ്റെ കൃഷീൻ്റെ അടുത്തുനിന്ന് കേട്ടോ. ഇതാ ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ. സംഭവം ഞാൻ വിചാരിച്ച പെണ്ണുങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനെ സെൽഫി ഒക്കെ എടുക്കാൻ ഇഷ്ടം. പക്ഷെ ആണുങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. ले लिया फोटो खींच लिया. ഇനി ഇപ്പുറത്ത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ആണ് ഈ ഏകദേശം പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യലുണ്ട് കേട്ടോ. അപ്പം ഇനി അവിടെ നിന്ന് കാണിച്ചു തരാം.
പേരക്ക കേട്ടോ. ഇവിടെ പേരക്ക നല്ലോണ്ടേ. पैरा का समझ गए किसको बोलते हैं? तोते को. अमरूद. ഇത് നല്ല മധുരം കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടം, പച്ച പേരക്ക. ഇത് ഉള്ളോട്ടേക്കുള്ള ഏരിയ കേട്ടോ. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരുപാട് കൃഷികളുണ്ട്. ക്യാബേജ്, കോളിഫ്ലവർ, പിന്നെ മുളക്, വഴുതനങ്ങ ഒക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. ഇപ്പുറത്ത് കാണുന്നത് മുളക് കാണിച്ചിടാം. ഇതാ നല്ല വലിയ വലിയ മുളക് കേട്ടോ. ഇത് മറ്റേ ഭാജി മുളകാണ്, മറ്റേ പൊക്കവട ഉണ്ടാക്കൂലേ നമ്മള്, ചാറൊക്കെ ഉണ്ടാക്കും കേട്ടോ ഈ മുളക് കൊണ്ട്. മുളക് ഏകദേശം മുളക് സമയമുണ്ട് കേട്ടോ പറിക്കാനേ. ഉണ്ടാകുമ്പോ ബ്ലാക്ക് ആയിട്ട് ഉണ്ടാവുക, പക്ഷെ ഇത് വലുതായി വരുന്നതനുസരിച്ച് ഇങ്ങനെ പച്ച കളറായി വരും കേട്ടോ. എന്നിട്ടുണ്ട് കേട്ടോ, പറിക്കണില്ല. बाबा के बारे में भी तो बता दो, खेत की रखवाली करते हैं बाबा. कौन बाबा? अच्छा ये ഇവരാട്ടോ ഈ കൃഷി സ്ഥലം നോക്കി നിക്കല്. ഇവര് 24 hour ഉണ്ടാവും കേട്ടോ ഡെയിലി. ചലോ പിന്നെ ഇപ്പുറത്ത് കാണിച്ചു കേട്ടോ. ഇത് കാണുന്നത് കോളിഫ്ലവർ കൃഷി കേട്ടോ. കോളിഫ്ലവർ ആണേ ഇതൊക്കെ. कैबेज कृषिയാണ് ട്ടോ ഇതൊക്കെ. फिर उधर क्या है? ഇത് ചീരയാണ് കേട്ടോ. ഇവിടെ ഈ ബീഹാർ സൈഡിലൊക്കെ നല്ല ഫേമസ് ആണ്. ബീഹാർ, ഉത്തർപ്രദേശിലൊക്കെ നല്ല ഫേമസ് ആട്ടോ. നോർത്ത് ഇന്ത്യയിൽ ഏകദേശം ഈ ചീര കാണാൻ കഴിയും നിങ്ങൾക്ക്. ഇതിന്റെ പേര് ബത്തുവ ആണ് കി ഭത്തുവ. ഇതിന്റെ പേര് ഭത്തുവ എന്നാട്ടോ. ഭത്തുവ ചീര ആണ് കേട്ടോ ഇത്. എന്താ പറയാ, ഇതിങ്ങനെ തണ്ടോടുക്ക് പറിച്ചിട്ട് പിന്നെ പൊറോട്ട ഒക്കെ ഉണ്ടാക്കി കഴിക്കും. കൂടുതൽ പൊറോട്ടയായിട്ട് ഉണ്ടാക്കുക. ഇത് ഒന്നായിട്ട് നല്ല മിക്സിയിലൊക്കെ അരച്ചിട്ട് എന്നിട്ട് പൊറോട്ട ഉണ്ടാക്കും. നല്ല ടേസ്റ്റ് ആട്ടോ, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് കാണുന്നത് ഗ്രീൻ പീസ് ആട്ടോ. ഒരു പച്ചയ്ക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ ഇല. ഇവർക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കാന്. कैसा है? अच्छा लग रहा है? मस्त लगता है. देखो यार इसमें ग्रीन पीस हुआ नहीं अभी तक. अभी नहीं हुआ, अभी नहीं आया, अभी फल रहा है. अच्छा, ഇത് കാണുന്നത് ഗ്രീൻ പീസിന്റെ കൃഷി കുറേ ദൂരെ വരെ ഉണ്ട് കേട്ടോ. അവിടെ വരെ കാണുന്ന ഈ കുറേ ദൂരൊക്കെ പോയിട്ടുണ്ട്. ഇപ്പുറത്ത് കാണുന്നത് ഗോതമ്പാട്ടോ. ഇതിപ്പോ നല്ല ചെറുതാണ്. ഗോതമ്പിന്റെ ലാസ്റ്റത്തെ കൃഷി ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ठीक है आ जा. ഇവരിങ്ങനെ പറിച്ച് കഴിക്കാട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു സംഭവം എങ്ങനെ മനസ്സിലാവും ഏത് ഇല കഴിക്കാനുള്ളതാണെന്ന്. അപ്പോൾ ഇങ്ങനെ പറിച്ച് തന്നിട്ടോ. ഒന്ന് कौन सा दिखा यार, कौन से तोड़ते? ओ जिसमें फूल वो काम बहुत अच्छा. ഏറ്റവും മുകളില് സംഭവം ചെറുതായിട്ട് പൂവ് വിരിയാത്തതുണ്ടാവും. ആ ഇലയാട്ടോ ഒരു കഴിക്ക. സാമ്പാർ പരിപ്പ്. ഇത് സാമ്പാർ പരിപ്പിന്റെ കൃഷിയാട്ടോ. ഫുള്ള് സാമ്പാർ പരിപ്പാണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ. ഇപ്പോൾ പൂവൊക്കെ ചിലതിൽ വരാൻ തുടങ്ങി, ചിലതിലൊക്കെ ഇപ്പോൾ നല്ല ചെറുതാണ് കേട്ടോ. അയ്യമ്മ ഇതാട്ടോ ഇതിന്റെ പൂവുള്ളതിൽ കാണിച്ചോ. ഇതിപ്പോ പൂവ് മാത്രം കാണുന്നുള്ളൂ കേട്ടോ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരും. അപ്പൊന്നോ കാണിച്ചറിന്റെ സംഭവം പരിപ്പ് എങ്ങനെ ഉണ്ടാവാന്ന്. ഫുള്ള് സാമ്പാർ പരിപ്പിന്റെ കൃഷിയാണേ. ഇതൊക്കെ അവിടെ എല്ലായിടത്തും, പിന്നെ അപ്പുറത്ത് ബാക്കിലും ഉണ്ട്. ഇതൊക്കെ സാമ്പാർ പരിപ്പിന്റെ കൃഷിയാണ് കേട്ടോ. ഇപ്പുറത്ത് കാണുന്നത് എന്താ പറയാ, ഇത്
പച്ചക്കടലൻ്റെ കൃഷി കേട്ടോ. ഈ കൃഷിയൊക്കെ ആണെങ്കിൽ നല്ല വിലപ്പെട്ട കൃഷി കേട്ടോ, ഈ പച്ചക്കടലൻ്റെതൊക്കെ. കേട്ടോ ഒരു പറിച്ച് കഴിക്കാണേ. വേറെ നോക്കട്ടെ ഇനി എന്തൊക്കെയാ ഇവിടെ കൃഷി ഉള്ളത്. ഈ സംഭവം പരിപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇതൊക്കെ ഉണ്ടാവൂലേ, ഈ വിറകൊക്കെ ഉണ്ടാവൂലേ, ഞങ്ങൾ റൂമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുകളിൽ വെച്ചിരിക്കുന്ന ആ വിറകൊക്കെ, അത് ഈ സംഭവം കേട്ടോ. സാമ്പാർ പരിപ്പിൻ്റെ ഈ ഇതൊക്കെയാണേ. ഇതൊക്കെ സംഭവം ഇലയൊക്കെ ഒന്നായിട്ട് കൊഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു സംഭവം വാർപ്പാക്കിയിട്ട് യൂസാക്കും അങ്ങനെയാട്ടോ. പിന്നെ ഇതുകൊണ്ട് കൊട്ടയൊക്കെ ഉണ്ടാക്കും കേട്ടോ. ശരിക്കും പറയാനൊന്നും കഴിയുന്നില്ല, കാരണം കുറേ മറന്നു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി ഉണ്ടാവും, വിശ്വസിക്കുകയാണ്. അപ്പം ഇനി അപ്പുറത്ത് പോയി കാണാം കേട്ടോ. ഇല്ലേ ഗോലു ഇതാട്ടോ രണ്ടെണ്ണം നല്ല മധുരം കേട്ടോ. പച്ചല്ല മധുരം കേട്ടോ, പഴുത്തതല്ല, നല്ല മധുരം കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനത്തെ പേരക്ക ഇതാട്ടോ. ഞാനിപ്പോൾ വന്നിരിക്കുന്ന കൃഷി സ്ഥലം വെറുതാണ് കേട്ടോ. ജസ്സാ ബാപ്പിക്കാണ് ഇത് ഫുള്ള് വെറുതാണ് കേട്ടോ. എന്നിട്ട് ഇവരാണെങ്കിൽ ഓരോ സ്ഥലങ്ങളൊക്കെ ഓരോരുത്തർക്ക് ഏറ്റെടുക്കും, എന്നിട്ട് ഒരു പണി ചെയ്യുക, പിന്നെ പകുതി ഇങ്ങനെ സാധനം എടുക്കുക, അങ്ങനത്തെ പണിയാട്ടോ. അപ്പോൾ ഇതൊക്കെ സ്ഥലം ഇവരുതാണ് കേട്ടോ, ഈ ഞങ്ങളുടേതാണേ. രാം സിനൈ തിവാരി ഈ ഞങ്ങളുടെ പേര് ആണ് കേട്ടോ. അപ്പോൾ ഇവരെ സ്ഥലം നിങ്ങൾ കാണിച്ചു തന്നെ. ഇവരോട് ചോദിച്ചിട്ടാണ് ഞാനൊക്കെ ഇങ്ങോട്ടേക്ക് വരല്. ഓരോ എപ്പോഴും സംഭവം ഞങ്ങളോടൊക്കെ ഭയങ്കര പരിചയമായിട്ടോ. അപ്പോൾ വരുമ്പോഴും ഒന്നും പറയൂല, കണ്ടോന്ന് ഇതൊക്കെ ഞങ്ങൾ തന്നെ എന്നൊക്കെ പറഞ്ഞ് പെർമിഷൻ തരും കേട്ടോ. അപ്പം അങ്ങനെയാണ്. ബസ് ഹായ് ഓൾ ദി ജേസ് കളിയാണ്. ഇപ്പോൾ ഒക്കെ പച്ച കേട്ടോ, ആയിട്ടില്ല, പറിക്കാനൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ഏകദേശം എല്ലാം മാർച്ച് ഏപ്രിൽ മാസത്തിലാട്ടോ പച്ചക്കറികളൊക്കെ റെഡിയായി വരിക. ഇവിടെ ബീറ്റ്റൂട്ട് ഉണ്ട്, ബീറ്റ്റൂട്ട് കുറവാട്ടോ. ഇതാട്ടോ ബീറ്റ്റൂട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഗ്രീൻ പീസ് കാണാൻ. ഇത് ഞാൻ കഴിഞ്ഞ കൃഷിയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, എന്നാലും കാണിച്ചു തരാം ഒന്നും കൂടെ. ഇതാട്ടോ ഇതൊക്കെ ഗ്രീൻ പീസാണേ. ഇതാട്ടോ പച്ചക്കുള്ള ഗ്രീൻ പീസ്. നല്ല ഫ്രഷായ ഗ്രീൻ പീസാണേ. നാടൻ മല്ലിച്ചപ്പ് കേട്ടോ, സ്മെല്ല് സൂപ്പറാണേ, നല്ല ഹാർഡ് സ്മെല്ല്. ഇതൊക്കെ വഴുതനങ്ങയാണേ. ഒക്കെ അപ്പം നല്ല ചെറുതാട്ടോ, പറിക്കാനൊന്നും ആയിട്ടില്ല, ഇപ്പം നല്ല ചെറുതാണേ. ഇപ്പുറത്ത് കാണുന്നത് ഉള്ളി കൃഷി കേട്ടോ. ഒരു കൃഷി ഇപ്പോൾ ആയിട്ടില്ല. സംഭവം ഇതൊക്കെ പറിക്കുന്ന സമയത്ത് വരണ്ടേ, അപ്പം നിങ്ങൾ കാണിച്ചതിൻ്റെ കംപ്ലീറ്റ് എങ്ങനെ ഉണ്ടാവാന്ന് കൃഷി. ഇതൊക്കെ ഉള്ളിയാണ് കേട്ടോ, അവിടെ വരെ ഉള്ളിയാണേ. ഞാൻ അങ്ങനെ കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടോ. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, പറിക്കാനുള്ള പച്ചക്കറി ഒന്നും ആയിട്ടില്ല. ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ പച്ചക്കറി ആയി കഴിഞ്ഞാൽ പറിച്ച് കൊണ്ടുപോകാം, പക്ഷെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇനി മാർച്ച് ഏപ്രിൽ ആ സമയം ആകുമ്പോഴാണ് പറിക്കാനുള്ള സീസൺ ഉണ്ടാവുക. അപ്പോൾ അന്നേരം വരും കേട്ടോ, ഇനി കുറേ സമയമുണ്ട് വരാൻ. അപ്പോൾ അന്നേരം വരുമ്പോൾ പിന്നെ ഒന്നും കൂടി കാണാം കേട്ടോ. പിന്നെ വീട്ടിലേക്ക് പോവുകയാണ്, അപ്പോൾ ഇനി വീട്ടിൽ നിന്ന് കാണാം. മോക്ക് ഇത് വേണം കേട്ടോ, പപ്പടം വേണം. അപ്പൊ പച്ചയ്ക്ക് ചോദിക്കാണേ, പച്ചയ്ക്ക് ഞാൻ കൊടുക്കില്ല, പച്ചയ്ക്ക് കഴിച്ചാൽ വയറുവേദന ഉണ്ടാവും. വാശി പിടിക്കാട്ടോ, ഫ്രൈ ചെയ്യാനും സമ്മതിക്കുന്നില്ല.
दे बना तो दे मम्मा, अभी गर्म है टोली, ठंडा होए तो फिर दे मम्मा। दे लो ठीक है थैंक यू ഇത് ഹസ്ബൻഡ് കഴിക്കുന്ന റൈസാണ് കേട്ടോ, ബ്രൗൺ റൈസ് ആണ്. പിന്നെ എന്താ പറയുക, ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. ഇതിൽ കറിയാണ് ഇതാ, പപ്പടം പൊരിക്കാൻ പോവാ കേട്ടോ. 2 പപ്പടം മതി എനിക്ക്. കഴിക്കാൻ പോവാണ്. അപ്പോൾ കാണിച്ചത് എന്താ സ്പെഷ്യൽ ഇന്നത്തെ, നേരത്തെ കാണിച്ചതാണ് ഗ്രീൻ പീസ് പൊട്ടാറ്റോ കറി, പിന്നെ പപ്പടം കേട്ടോ. ഓയിലല്ല കേട്ടോ ഫ്രൈ ചെയ്തത്, ചുറ്റെടുത്ത പപ്പടം കേട്ടോ. ചട്നി ഉണ്ട്, എന്താ സാലഡിൽ ഓണിയൻ, പിന്നെ ബ്രോക്കലി, പിന്നെ ഇത് ബ്രൗൺ റൈസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ അച്ചാറുണ്ട്. ഇനി ഇതിലാണ് എൻ്റെ ചോറ്. ഹസ്ബൻഡിൻ്റെ ചോറ് ബ്രൗൺ റൈസ് ആണ്. പിന്നെ ഇതിൽ എനിക്കുള്ള പപ്പടം കേട്ടോ, ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്, ചോറ്, കറി, പപ്പടം, അച്ചാറ്, ചട്നി, ഇതൊക്കെ കേട്ടോ, സാലഡ്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളൂ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയർ എന്തായാലും ചെയ്യണം കേട്ടോ, നല്ല ഫീഡ്ബാക്ക് എന്തായാലും തരണം. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീം. मिल गई इतना मार हमें इतना मार ये नहीं अब वो बंद कर दो बंद कर दो